ഹലോ വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. അപ്പോൾ നമുക്ക് കുറേ നാൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പോൾ നമ്മൾ കുറേ നാളായി കേട്ടോ, ഒരു 2 മാസം അടുപ്പിച്ചായി ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ടച്ചൊക്കെ എനിക്ക് പോയി. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് നല്ലോണം ട്രൈ ചെയ്തല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. രാവിലെ മീൻസ് ഒരു 9-9:15 എണീറ്റ് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് ക്ലാസ്സിന് പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിന്ന് ക്ലാസ്സിന് പോയില്ല. വീട്ടിൽ ഇരുന്ന് കുറച്ച് പ്രൊജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ബെഡൊക്കെ വിരിച്ചിടുക കേട്ടോ. ബെഡ് വിരിച്ചിടും, കുഴപ്പമൊന്നുമില്ല. ഞാൻ വീട്ടിലാണെങ്കിൽ അത് ചെയ്യാറില്ല. കാരണം ഒന്നുമില്ല, വീട്ടിലാണെങ്കിൽ എന്നെ ആരും ഒന്നും പറയാൻ വരത്തില്ല, ഇവിടെ ആണെങ്കിൽ ആരും ഒന്നും പറയാൻ വരത്തില്ല. ഇവിടെ ആകുമ്പോഴത്തേക്ക് ക്ലീൻ ചെയ്ത് ഇട്ടിങ്ങനെ വൃത്തിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ക്ലീൻ ആയിട്ട് ഇട്ടേക്കാമെന്ന് വിചാരിക്കും എപ്പോഴും. വീട്ടിലാകുമ്പോഴത്തേക്ക് ആ പ്രശ്നമില്ല. ഞാനായിട്ട് തന്നെ ഞാനിങ്ങനെ വലിച്ചു വാരിയിട്ട് ഇങ്ങനെ നടക്കും. എന്തോ രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ. എവിടെയാണെങ്കിലും ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ എന്നും ക്ലീനായിട്ട് വെച്ച് നടക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. തോന്നണം ക്ലീൻ ചെയ്യണമെങ്കിൽ. അങ്ങനെ കുറച്ച് നേരം ക്ലീനിങ്ങും ബെഡൊക്കെ വിരിച്ചിട്ടതിന് ശേഷം ഞാൻ നേരെ പോയി ബ്രഷ് ചെയ്തു. ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞു, ഫേസ് വാഷൊക്കെ കഴിഞ്ഞിട്ട്. ഇത് എന്നും ഇല്ലാത്ത പരിപാടിയാണ്, വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ. രാവിലെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത്, ഞാൻ അലോവേര ജെല്ലാട്ടോ യൂസ് ചെയ്തേ. ഒന്ന് ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് വിചാരിച്ചു, ഒന്ന് പ്രസൻറ്റബിൾ ആവാം എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ രാവിലെ മറ്റേ എണീറ്റ കോലത്തിലൊക്കെ പോയി ബ്രഷ് ചെയ്ത് ആ കോലത്തിൽ കിച്ചണിൽ കയറി കുക്ക് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അല്ലാണ്ട് ഞാൻ എണീറ്റ് ഉടനെ ബ്രഷ് ചെയ്ത് ഞാൻ എൻ്റെ മുടിയൊക്കെ കെട്ടി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് പ്രസൻറ്റബിൾ ആകാം എന്ന് വിചാരിച്ചു. വേറൊന്നും ചെയ്തില്ല. മോയ്സ്ചറൈസർ ഇട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടു. പിന്നെ അതേ രാഹുവിൻ്റെ കയ്യിൽ നിന്നൊരു ഹായ് ഗായ്സ് കിട്ടിയിട്ടുണ്ട്. രാഹു ഇപ്പുറത്തൊന്ന് നടന്നു. ഞാൻ തലേ ദിവസം അവൻ പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ ലേറ്റായി, അപ്പോഴത്തേക്ക് ഞാൻ കിടന്നുറങ്ങി. പിന്നെ എന്നെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രാഹു അപ്പുറത്ത് പോയി കിടന്നുറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാഹുവിൻ്റെ അടുത്ത് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ബീട്രൂട്ട് ജ്യൂസ് മതിയെന്ന്. ബട്ട് ഞാൻ തലേ ദിവസം തന്നെ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദോശ, ഇഡലി എല്ലാത്തിനും ഞാനല്ല എല്ലാവരും ഒന്നിച്ച് അരച്ച് വയ്ക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാഹുവിനെ പറ്റിക്കാം, നമുക്ക് ഇഡലി സാമ്പാറും വെച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചു. അവൻ എന്ത് കൊടുത്താലും അവൻ കഴിച്ചോളും. അങ്ങനെ ഇന്ന സാധനം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. താഴെയാണ് കേട്ടോ വർക്ക് ഏരിയ. അപ്പോൾ വർക്ക് ഏരിയയിലോട്ട് പോയി നമ്മൾ കുക്ക് ചെയ്യുവാണ്. ഇഡലി സാമ്പാറും വയ്ക്കാം എന്നാണ് ഫൈനലൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇഡലി ഉണ്ടാക്കാനുള്ള പാത്രം എടുത്ത് വെള്ളം വെച്ച് ചൂടാക്കി. പിന്നെ ജസ്റ്റ് സാമ്പാറിനുള്ള പരിപാടിയാണ്. ഇതാണ് കിച്ചണിൽ വന്നിട്ട് ഇന്ന് ഇച്ചിരി കുറച്ച് മിസ് ചെയ്തിട്ടൊക്കെ കിടക്കാമെന്ന് പറയാം. കാരണം ഞാൻ ഇന്നലെ പാത്രം കഴുകിയിട്ട് പുറത്ത് കൊണ്ടുവയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്ക് നല്ല മഴയാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിനകത്ത് തന്നെ വെച്ചു. പിന്നെ വെജിറ്റബിൾസിൻ്റെ ട്രേയും കൂടെ താഴെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അധികം സ്പേസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലമില്ല, അങ്ങനെയാണ് സംഭവം. പിന്നെ മുകളിലത്തെ റാക്കുകളിലാണ് നമ്മൾ മറ്റേ പൊടികളും സാധനങ്ങളും ഗ്രോസറി ഐറ്റംസ് എല്ലാം വെച്ചേക്കുന്നത്. പിന്നെ അങ്ങറ്റത്ത് പാൻട്രി ഉണ്ട്. പാൻട്രിയിലാണ് ആക്ച്വലി ഞാൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഗ്രോസറി ഐറ്റംസ് എല്ലാം വെച്ചിരുന്നത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു, സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു സാധനം എന്നും ഒരേ സ്ഥലത്തിരിക്കുന്നത് എനിക്കിഷ്ടമില്ല. എനിക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അങ്ങനെ മാറ്റിയതാട്ടോ, കുറച്ച് ദിവസമായി മാറ്റിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദേ ഇവിടെ ആസ് യൂഷ്വൽ എല്ലാവരും വെക്കുന്ന പോലെ ഇഡലി സാമ്പാറും വെക്കാൻ പോയ ഞാനാണ്. പക്ഷെ വീഡിയോ എടുക്കുന്നതിൻ്റെ വെപ്രാളത്തിലാണോ, ആ ഒരു ടച്ച് വിട്ട് പോയതിനാണോ, ക്യാമറ എങ്ങനെ എങ്ങോട്ട് ആംഗിളിൽ വെക്കണമെന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ എന്താണെന്നും അറിയത്തില്ല. കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറന്നുപോയി കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ സാമ്പാർ വയ്ക്കുന്ന കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പറ്റിയത്. കാരണം ഞാൻ ഇന്നലെ നമ്മൾ വെജിറ്റബിൾസ് മേടിച്ചിട്ടുണ്ടായിരുന്നു.
മേടിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഒരു അഞ്ച് അഞ്ച് വെള്ളരിക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം വെള്ളരിക്ക പോലും ഞാൻ സാമ്പാറിലിട്ടിട്ടില്ല. പിന്നെ ഞാൻ സവാളയോ ചെറുള്ളിയോ ഒക്കെ ഇടാൻ മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു വെകിളി പിടിച്ചൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന്. മറന്നുപോയതാ ആ ഒരു വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് വയ്ക്കാൻ, ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് വയ്ക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഒരു കിളിപോയ ഐറ്റമായി മാറിയതാണ് സംഭവം. നിങ്ങൾക്ക് കുറേ വീഡിയോസ് ഫ്രണ്ടിലോട്ട് കാണാൻ മനസ്സിലാവും. ഞാൻ കാണിച്ച മണ്ടോത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നല്ലൊരു ഫ്ലോപ്പായൊരു സാമ്പാറാണ് കേട്ടോ ഞാൻ വെച്ചത്. ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ലായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി, സവാള ഇടാനൊക്കെ ആയിട്ട് മറന്നുപോയി. അങ്ങനെ ഞാനിത് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇപ്പം ഞാൻ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ആലോചിച്ചതാട്ടോ. എനിക്ക് പണ്ട് ഹോസ്റ്റലിൽ, ഞാൻ ഡിഗ്രി ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. കൊറോണ ബാച്ചായിരുന്നു. അപ്പോൾ എനിക്കൊരു ഒരു വർഷത്തോളം മാത്രമേ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളൂ. അതിലും എല്ലാ മാസവും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് പോവും. ഞാൻ ഇടുക്കിയിലാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ 7 പേര് ഒരു ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ BCA പഠിക്കാനായിട്ട്. അപ്പോൾ അതിൽ 5 ബോയ്സും 2 ഗേൾസും ആണ് കേട്ടോ. ഞാൻ ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത്, എല്ലാ ഹോസ്റ്റലിലും ഇങ്ങനെയാണെന്ന് എനിക്കറിയാം, എന്നും സാമ്പാറെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ചോറിനായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒക്കെ സാമ്പാറാണ്. ഇപ്പം ഇന്ന് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 ദിവസം അത് തീരുന്നവരെ അവർ ചൂടാക്കി തരും ആ സാമ്പാറിനെ. അങ്ങനെ എനിക്ക് ഈ ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ച് മടുത്തു. ഞാനങ്ങ് വെറുപ്പായി തുടങ്ങി എനിക്ക്. അങ്ങനെ ഞാൻ 2-3 ദിവസം ലഞ്ച് കഴിക്കാനായിട്ട് പോയില്ല. ഹോസ്റ്റലിൽ ലഞ്ച് കഴിക്കാനായിട്ട് പോയില്ല, മെസ്സിൽ പോയില്ല. അപ്പോൾ ഷേബ എനിക്ക് ലഞ്ച് ഷെയർ ചെയ്തു. ഞാനും ഷേബയും കൂടി ഷെയർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ട് ഷേബ 2 പാത്രത്തിലായി ലഞ്ച് കൊണ്ടുവരുന്നത്. 2 സ്റ്റീൽ പാത്രത്തിൽ ഷേബ ലഞ്ച് കൊണ്ടുവരും. ഞാൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേബ ബസ്സിന് വന്ന് ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്ന് കോളേജ് ബസ്സിലാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ ചിന്ത. അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല വെയിറ്റ് ആട്ടോ ഈ 2 ലഞ്ച് ബോക്സ്, എനിക്കുള്ള ലഞ്ച് ബോക്സ്, അവളുടെ ലഞ്ച് ബോക്സ്, ഒരു കുപ്പി വെള്ളം, ബുക്കുകൾ, റെക്കോർഡ് എല്ലാം കൂടി ആയിട്ട് നല്ല വെയിറ്റാ. അപ്പോഴും ഞാൻ അറിയുന്നില്ല ഷേബ എങ്ങനെയാണ് വരുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞ് കൊറോണയായി, ക്ലോസ് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ എന്താ വിചാരിച്ചേ, ഡിഗ്രി നിർത്താം എന്ന് വിചാരിച്ചു. ഡിസ്റ്റൻ്റായിട്ട് ഡിഗ്രി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് പോയി വരിക എന്നൊക്കെ പറയുന്നത് പിന്നെ ഭയങ്കര പാടായി, ഹോസ്റ്റലൊക്കെ മടുത്തു തുടങ്ങി. അപ്പോൾ ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ചെയ്തിട്ട് ഇഗ്നൂവിൽ എന്തെങ്കിലും ഡിസ്റ്റൻ്റായിട്ട് ഡിഗ്രി എടുക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്താണ് കേട്ടോ കൊറോണ ഭയങ്കരമായിട്ട് വന്നിട്ട് നമ്മുടെ മറ്റേ ഓൺലൈൻ ക്ലാസ്സൊക്കെ വന്നത്. ആ ഓൺലൈൻ ക്ലാസ്സൊക്കെ വന്ന ടൈമിൽ ഞാൻ എക്സാം ടൈം, അതായത് ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എക്സാം ടൈമിൽ ഹോസ്റ്റലില്ലാത്തത് കൊണ്ട് ഞാൻ ഷേബാച്ചിയുടെ വീട്ടിലാണ് നിന്നേ. ഷേബാച്ചിയുടെ വീട്ടിൽ നിന്ന് ഷേബാച്ചിയുടെ പോയി വന്നപ്പോഴത്തേക്കാണ് ഞാൻ അറിഞ്ഞേ ഷേബ ഇത്രയും ദൂരം നടന്നാ വരുന്നതെന്നും, ഒരുപാട് 2-3 കിലോമീറ്റർ അടുപ്പിച്ച് ആൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചിന്തിച്ചു, അവള് എൻ്റെ കൂടെയുള്ള അത്രയും സ്നേഹം കൊണ്ടാണല്ലോ ഇത്രയും ദൂരം നടന്നു വന്നിട്ടും എനിക്ക് ആക്കും കൂടി 2 ലഞ്ച് ബോക്സ് ആയിട്ട് കൊണ്ടുവന്നത്. അവൾ ഇത്രയും വെയിറ്റ് കൊണ്ടാണല്ലോ ഇത്രയും ഡിസ്റ്റൻസ് നടന്ന് ഇത്രയും വെയിറ്റും കൊണ്ട് നടന്ന് എനിക്ക് കൊണ്ടുവന്നതെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഷേബാച്ചി, ഭയങ്കര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ആദ്യം ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് വരുന്ന ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേബാച്ചിയാണ്. എനിക്കല്ലാണ്ട് അങ്ങനെ ഭയങ്കര കൂട്ടായിട്ട് എപ്പോഴും മെസ്സേജ് അയക്കാനായിട്ട് അല്ലെങ്കിൽ എപ്പോഴും വിളിക്കാനായിട്ട് അങ്ങനെ ഒരാളില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഷേബയുടെ പറയാൻ എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. നമ്മൾ ഡെയിലി കോണ്ടാക്റ്റുള്ള ആൾക്കാരൊന്നും അല്ല കേട്ടോ. പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിൽ ഷേബയ്ക്കും ഷേബയുടെ വീട്ടുകാർക്കും ഒരു സ്ഥാനമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷേബയെ. എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് നോക്കിയപ്പോഴത്തേക്കാണ് ഇത്രയും സ്റ്റോറി ഇതിൻ്റെ ബാക്കിൽ ഞാൻ ആലോചിച്ചത്. ഷേബാച്ചി എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല.
എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എ സിസ്റ്റർ എന്നൊക്കെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് വിളിക്കാം, അങ്ങനെ. ഓക്കേ. എനിക്ക് അവളെ ഫാമിലിയും ഭയങ്കര ഇഷ്ടം. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാ. അപ്പച്ചനായാലും അമ്മച്ചിയായാലും പപ്പയായാലും അമ്മയായാലും ഒക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാ. അവിടെ ചെന്ന് ഞാൻ നിൽക്കുമ്പോഴത്തേക്കും ഒരു ഷേബയെ നോക്കുന്ന പോലെ എന്നെ നോക്കും കേട്ടോ. ഒരു മോളെ നോക്കുന്ന പോലെ എന്നെ നോക്കിയിട്ടുണ്ട് അവരൊക്കെ. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ അങ്ങനെ പോയി അല്ലേ. അങ്ങനെ അവർ കാരണം, ഷേബാച്ചിയും ഫാമിലിയൊക്കെ കാരണം ഞാൻ അവിടെ പോയി നിന്ന് എക്സാം എഴുതി. ഞാൻ എൻ്റെ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 10-20 ദിവസമൊക്കെ ചേർത്തൊക്കെ അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് അവിടെ നിൽക്കാൻ. അവിടുത്തെ തണുപ്പും, ഇടുക്കിയല്ലേ, അപ്പോൾ അവിടുത്തെ തണുപ്പും അവരുടെ കൃഷിസ്ഥലവും, അവർക്ക് സ്വന്തമായിട്ട് ഏലത്തോട്ടവും മറ്റേ നെൽകൃഷിയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കാണാൻ എനിക്കിഷ്ടം. അങ്ങനെ പിന്നെ ഞാൻ അവിടെ പോയിട്ട് ആദ്യമായിട്ട് നെല്ല് കുത്തി പുഴുങ്ങുന്നത് കാണുന്നേ, നെല്ല് ഉണക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ പോയിട്ടാണ് കാണുന്നത്. പിന്നെ അവർ കഴിക്കുന്ന അരി, അവർ തന്നെ കുത്തി അരിയാണ് കഴിക്കുന്നത്, റെഡ് റൈസ്. ഓ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് അതൊക്കെ. പിന്നെ ഞാൻ ആദ്യമായിട്ട് കുടംപുളി മരത്തിന്നാണ് മരത്തിന്ന് ആ ഒരു റൗണ്ട് സാധനം പൊട്ടി അങ്ങനെ എന്തോ ആണ് ഉണ്ടാവുന്നതെന്നൊക്കെ അവിടെ ചെന്നതിന് ശേഷമാട്ടോ അറിയുന്നത്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള മറ്റേ ആട് ആദ്യമായിട്ട് പ്രസവിക്കുന്നത് ഞാൻ കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് 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 ഇഷ്ടമാണ് ഷേബാച്ചിയുടെ ഫാമിലിനെയൊക്കെ. എനിക്ക് ആ സ്ഥലങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം പോകുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഷേബയും ഷേബയുടെ ഫാമിലിയും ഷേബയുടെ സ്ഥലവും ഒക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് കാപ്പി ഉണ്ടാക്കി, ഇഡലി സാമ്പാർ ഉണ്ടാക്കി, പിന്നെ ചോറുണ്ടായിരുന്നു, തലേന്ന് ചോറ് വെച്ചത് ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് തിളപ്പിച്ചു. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, മീൻകറി ഒന്ന് ചൂടാക്കി. പിന്നെ സാമ്പാറുണ്ടല്ലോ, പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ലഞ്ചിനുള്ളതുമായി ബ്രേക്ക്ഫാസ്റ്റിനുള്ളതുമായി. ഇനി നമുക്ക് കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം. ഫുൾ വാഷ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ട് ഇനി മുകളിൽ വയ്ക്കണം. ഞാൻ ഇവിടെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴെ വർക്ക് ഏരിയയിലോട്ട് വരുന്നത് വളരെ കുറവാണ്, അങ്ങനെ വരാറില്ല. മുകളിൽ ഇൻഡക്ഷൻ കുക്കറുണ്ട്, അപ്പോൾ അതിൽ ചായ ഇടും. വെള്ളം തിളപ്പിക്കാനുണ്ടെങ്കിൽ കെറ്റിലുണ്ട്. ഇലക്ട്രിക് ഡിവൈസസ് എല്ലാം നമ്മൾ മുകളിലത്തെ കിച്ചണിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ഈസിയാണ്. താഴെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് സാധനങ്ങളെല്ലാം മുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ ഇറങ്ങേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലും എടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുകളിലോട്ട് പോയാൽ മതി. അങ്ങനെ പിന്നെ ഞാൻ വന്നിട്ട് സാധനങ്ങളെല്ലാം അതാ സ്ഥലത്ത് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റിനോട്ട് കഴിക്കാൻ കട്ട ഇടുവാണ്. എനിക്കിപ്പം മിൽക്ക് ഐറ്റംസ് കഴിക്കാൻ പറ്റത്തില്ല. കഴിക്കരുതെന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു. മിൽക്ക് ഐറ്റംസ്, പാൽ ഐറ്റംസ് കഴിക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ പാൽ ഐറ്റംസ് എല്ലാം നിർത്തി വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം മുകളിൽ കൊണ്ട് വയ്ക്കുവാണ്. മുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ പണികളൊന്നുമില്ല. കഴിക്കാൻ നേരം ആകുമ്പോഴത്തേക്ക് പോയി കഴിച്ചാൽ മതി. സാധാരണ ഞാൻ എല്ലാം ഒന്നിച്ച് കുക്ക് ചെയ്യാറില്ല. ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് കുറേ നേരം ഞാൻ റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് ലഞ്ച് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഞാൻ കുറേ നേരം റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് ഞാൻ രാത്രിയിലത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കും. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കും. ഇതാണ് ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ പണി. പിന്നെ എല്ലാ സാധനങ്ങളും മുകളിൽ കൊണ്ട് വെച്ചതിന് ശേഷം എല്ലാം ഫ്രിഡ്ജ് വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം മാറ്റി വെച്ചു. രാഹുവിനെ വിളിച്ചു, രാഹുവിനെ എണീപ്പിച്ചു. രാഹുവിൻ്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ രാഹു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡിയായി വരുവാണ്. ഇഡലി സാമ്പാറും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവിടെ കുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട്. അതിന് ഞാൻ രാഹു ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നല്ല കളർഫുൾ സാമ്പാറായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ചമ്മന്തിപ്പൊടി ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചമ്മന്തിപ്പൊടിയാണോ ഇഡലിപ്പൊടി, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതുണ്ടായിരുന്നു.
ആ സമയം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കൊറിയർ വന്നു. കൊറിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എറയുടെ ഈ 2 ഗ്ലാസ്, ഈ 2 ഗ്ലാസ് അല്ല 6 ഗ്ലാസ് ഉണ്ടായിരുന്നു. എറയുടെ ഗ്ലാസ് ആയിരുന്നു വന്നത്. നല്ല വർക്കൊന്നും വരാണ്ട് നല്ലൊരു ക്ലാസി, ആ ഷേപ്പ് കൊണ്ട് നമുക്ക് ചില സാധനങ്ങൾ ഇഷ്ടപ്പെടത്തില്ലേ, അങ്ങനെ ഒരു ഗ്ലാസ് ആട്ടോ. നല്ലൊരു ക്ലാസി ലുക്ക് വരുന്ന 6 ഗ്ലാസിൻ്റെ സെറ്റാണ്. ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്ക് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ അയച്ചു തരുന്നതാണ്. അത് എനിക്കൊരു നെയ് എടുത്ത് വയ്ക്കാനായിട്ടൊരു ചെറിയ ഗ്ലാസിൻ്റെ ബോട്ടിൽ. പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി എടുത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു കോള് വന്നു. ചേട്ടൻ വിളിച്ചതാണ് കേട്ടോ. ചേട്ടൻ വിളിച്ച് ഞാനും ചേട്ടനും കൂടെ കുറച്ചധികം സമയം സംസാരിച്ചുകൊണ്ടിരുന്നു. ദിസ് ഈസ് മൈ ബ്രദർ കാർത്തിക്. യെസ്, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ക്ലീനിങ് ഉണ്ടായിരുന്നു, ചെറിയ തൂത്ത് വൃത്തിയാക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ചിട്ട് വന്നു. എന്നിടയ്ക്ക് ഇലയപ്പം ഉണ്ടാക്കി, അതും കഴിച്ച് ബൈ ബൈ.